ശബരിമലയിലേക്ക് ഭക്തരുടെ പ്രവാഹം തുടരുകയാണ്. നട തുറന്ന ആദ്യ മണിക്കൂറിൽ 12,000-ഓളം ഭക്തരാണ് ഇന്ന് 18-ാം പടി ചവിട്ടി ദർശനം നടത്തിയത്. 6 മണിക്കൂറിൽ അധികം ക്യൂ നിന്നാണ് ഭക്തർ ഇന്നും ദർശനം നടത്തുന്നത്. നിലയ്ക്കൽ നിന്നും പമ്പയിലേക്കും പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിരക്ക് കണക്കിലെടുത്ത് സ്പോട്ട് ബുക്കിംഗിന് ഇന്നും നിയന്ത്രണം ഏർപ്പെടുത്തി. 5,000 പേർക്ക് മാത്രമാണ് ഇന്നും സ്പോട്ട് ബുക്കിംഗ് വഴി ദർശനം നൽകുന്നത്. കൂടുതൽ വിവരങ്ങളുമായി രജിത്ത് സന്നിധാനത്ത് നിന്ന് ചേരുകയാണ്. രജിത്ത്, ഇന്ന് നല്ല തിരക്കുണ്ട് അല്ലേ രാവിലെ? തീർച്ചയായും മായ, ശബരിമലയിൽ അയ്യപ്പ ഭക്തരുടെ ഒരു വലിയ തിരക്ക് തന്നെ അനുഭവപ്പെടുന്നു. കഴിഞ്ഞ 3 ദിവസമായി തുടർച്ചയായി അയ്യപ്പ ഭക്തരുടെ വലിയ തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. കൂടുതൽ അയ്യപ്പ ഭക്തർ ശബരിമലയിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ്. ഇന്നലെ ഏകദേശം 89,000-ഓളം അയ്യപ്പ ഭക്തർ ഇന്നലെ മാത്രം ദർശനം നടത്തി. എന്നാൽ ഇന്നലെയും 5,000 പേർക്ക് മാത്രമായിരുന്നു വെർച്വൽ ക്യൂ വഴി ബുക്കിംഗ് അനുവദിച്ചിരുന്നെങ്കിലും 5,226 അയ്യപ്പ ഭക്തരാണ് ഇന്നലെ വെർച്വൽ ക്യൂ വഴി സ്പോട്ട് ബുക്കിംഗ് വഴി ദർശനം നടത്തിയത്. വെർച്വൽ ക്യൂ വഴി 70,000-ഓളം അയ്യപ്പ ഭക്തർക്കാണ് ദർശനത്തിന് അനുമതിയുള്ളത്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഇന്നും തിരക്കു നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണ് സ്പോട്ട് ബുക്കിങ്ങിന്റെ എണ്ണം നിയന്ത്രിച്ചിട്ടുള്ളത്. 5,000 മാത്രമാണ് ഇന്നും സ്പോട്ട് ബുക്കിങ്ങിന് അനുമതി നൽകിയിട്ടുള്ളത്. നിലവിൽ പമ്പയിൽ നിന്നും അതുപോലെ തന്നെ നിലയ്ക്കൽ നിന്നും അയ്യപ്പ ഭക്തർക്ക് പമ്പയിലേക്കും പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കും എത്തുന്നതിന് കർശനമായ നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ബ്ലോക്കുകളായി തിരിച്ചാണ് അയ്യപ്പ ഭക്തരെ ദർശനത്തിന് കടത്തിവിടുന്നത്. അതുകൊണ്ട് തന്നെ 5 മണിക്കൂർ മുതൽ 6 മണിക്കൂർ വരെ അയ്യപ്പ ഭക്തർ ക്യൂ നിന്നുകൊണ്ടാണ് ശബരിമലയിൽ 18-ാം പടിയിലേക്ക് എത്താൻ തന്നെ കഴിയുന്നത്. നിലവിൽ സന്നിധാനത്ത് അയ്യപ്പ ഭക്തരുടെ തിരക്ക് നിയന്ത്രണ വിധേയമാണ്. എന്നാൽ താഴേക്ക് അയ്യപ്പ ഭക്തരുടെ തിരക്ക് തുടരുന്നു. കഴിഞ്ഞ പുലർച്ചെയിലും അയ്യപ്പ ഭക്തർ പുലർച്ചെ മുതൽ തുടങ്ങിയ അതേ തിരക്ക് തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. അത്തരത്തിൽ നിയന്ത്രണത്തോടു കൂടി മാത്രമാണ് ഇപ്പോൾ അയ്യപ്പ ഭക്തർക്ക് ദർശനത്തിന് എത്താൻ കഴിയുന്നത്. കൂടുതലായും അന്യ സംസ്ഥാന അയ്യപ്പ ഭക്തരാണ് ഇപ്പോൾ കൂടുതലായും ദർശനത്തിനായി എത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ്. വളരെ വലിയൊരു തിരക്ക് തന്നെ കഴിഞ്ഞ 3 ദിവസമായി ശബരിമലയിൽ തുടരുകയാണ്. എന്തിനായാലും സന്നിധാനത്ത് തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി പ്രത്യേക അനൗൺസ്മെന്റ് അടക്കം നടത്തുന്നുണ്ട്. ദർശനം നടത്തിയവർ വളരെ വേഗത്തിൽ തിരികെ പോകുന്നതിനും മറ്റുള്ളവർക്ക് ദർശനം നടത്താനുള്ള സൗകര്യം ഒരുക്കി നൽകണമെന്ന് തുടങ്ങിയ കൂടുതൽ മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ട് ശബരിമലയിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. പുതിയ പോലീസ് സേന ഇന്നു മുതൽ ചുമതലയേറ്റിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി സേവനത്തിലുണ്ടായിരുന്ന പോലീസ് ടീം മാറി പുതിയ ടീമാണ് ഇന്നു മുതൽ സേവനത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ശബരിമലയിലെ നിയന്ത്രണത്തിൽ കർശനമായ കാര്യങ്ങളാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും തുടരുന്നത്. കാരണം സന്നിധാനത്ത് വലിയ തിരക്ക് അനുഭവപ്പെടാത്ത രീതിയിൽ ദർശനം ഒരുക്കുക എന്നത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. അത്തരത്തിൽ പമ്പയിൽ നിന്നടക്കം ഇപ്പോൾ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയാണ് അയ്യപ്പ ഭക്തരെ കടത്തിവിടുന്നത്.